നേപ്പാൾ എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരണേ? എനിക്കെപ്പോഴും നമ്മളുടെ പഴയ യോദ്ധ മൂവിയും അതിൻ്റെ അകത്തുള്ള ഉണ്ണിക്കുട്ടനും അക്കോസേട്ടനെയും അമ്പട്ടനെയും ഒക്കെയാണ് ഓർമ്മ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ്, നേപ്പാളിലെ കാഠ്മണ്ഡു. ഇന്നത്തെ നമ്മളുടെ യാത്ര പശുപതിനാഥ് ടെമ്പിളിലേക്കാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ടെമ്പിളാണ് കേട്ടോ ഇത്. ഏത് വർഷമാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നതെന്നുള്ളത് ഗൂഗിളിൽ പോലും ഇല്ല. പിന്നെ നേപ്പാളിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വേറെ സംഭവമാണ് ഈ രുദ്രാക്ഷം. ഇത് ശിവൻ്റെ ടെമ്പിൾ ആയതുകൊണ്ട് പുറത്തുള്ള എല്ലാ ഷോപ്പിലും ഈ രുദ്രാക്ഷം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ രുദ്രാക്ഷം ഉണ്ടാക്കണ അതിൻ്റെ ആ ഒരു കായ കാണുന്നത്. ആ ബീഡ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇത് ഇവരിങ്ങനെ ഷോപ്പിന് പുറത്ത് ഉണക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് രുദ്രാക്ഷം ഇങ്ങനെ കാണാൻ പറ്റും എടുത്ത് നോക്കുമ്പോൾ. ഇവിടെ സെല്ല് ചെയ്യുന്ന ഒറിജിനൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒരു രുദ്രാക്ഷം വാങ്ങി. ഇവിടുത്തെ ഈ പരിസരവാസികളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞിങ്ങനെ കാണുന്ന കടകളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള തളികയും രുദ്രാക്ഷവും വിളക്കും പൂക്കളൊക്കെ ആയിട്ടുള്ള കടകളാണ് കൂടുതൽ ആൾക്കാരും. കാരണം ഇത് ഒരുപാട് ദൂരത്തേക്ക് ഈ കടകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആൻഡ് ഭയങ്കര ചൂടാട്ടോ, നാട്ടിലെ പോലെ തന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ. പക്ഷെ ആൾക്കാർക്ക് ഒരു കുറവുമില്ല, ഭയങ്കര തിരക്കുണ്ട്, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് കാലം മുതൽ നമ്മൾ മലയാളികളും ഒക്കെ ഒരുപാട് വന്ന് ദർശനം നടത്തുന്നൊരു അമ്പലം തന്നെയാണിത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും ആ ഒരു അമ്പലത്തിലേക്കുള്ള ഒരു വൈബായി തുടങ്ങി. ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് കറക്റ്റ് യോദ്ധ മൂവി തന്നെ തോന്നുന്നു കേട്ടോ. പഞ്ചഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ട് 5 മുഖങ്ങളാണ് ഇവിടെ പശുപതിയുടെ ശിവലിംഗത്തിനുള്ളത്. അതിൽ തെക്ക് ഭാഗം അഘോര ഭാവമാണ്. അങ്ങോട്ടേക്കാണോ ഞാനിപ്പോൾ വഴിതെറ്റി പോകുന്നതെന്നാണ് എനിക്കൊരു സംശയം. കാരണം ഇവിടെ ഏത് ഭാഗമാണ് മെയിൻ എൻട്രൻസ് എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ചില ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൂർ ഗൈഡ് ഉണ്ട്, ഫോറിനേഴ്സിനൊക്കെ ഗൈഡ് ഉണ്ട്, അവർക്ക് ഓരോ സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എനിക്കിപ്പോൾ ടൂർ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് തെക്കേതാ വടക്കേതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഈ ഒരു പുള്ളിക്കാരി ഇവിടെ ഇങ്ങനെ ഈ പൊട്ട് വെച്ച് കൊടുക്കുന്നത് കാണുന്നത്. നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടില്ലേ ശിവൻ്റെ ഈ ഒരു ഇതിൽ നമ്മൾ പൊട്ട് വെക്കണേ. അപ്പോൾ റീലിലൊക്കെ നന്നായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ പുള്ളിക്കാരൻ എന്തൊക്കെയോ കമ്പും കോലും പിന്നെ എന്തൊക്കെയോ അരിയൊക്കെ വെച്ചു പൊട്ടിച്ചാകെ കൂടി ഇങ്ങനെ ഒരു അവസ്ഥയാക്കി. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇത് കഴുകി കളയാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ഇതിനുള്ളിൽ അങ്ങനെ നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വഴിയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കരിഞ്ഞ മണമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് അതെന്തിൻ്റെ സ്മെല്ലാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ നോക്കൂലേ. അപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു മണമാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഞാൻ കാണുന്നത്. അപ്പോഴും എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ചില ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ എന്താണെന്ന് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡെഡ് ബോഡി കത്തിക്കുന്നതാണിത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പൊട്ടത്തീവയ്ക്ക് ഇത് അറിയില്ലേന്ന്. പക്ഷേ അമ്പലത്തിൽ ഇങ്ങനെ ബോഡി കത്തിക്കുന്ന ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ വാരണസിയിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു സൈഡിലാണ് ഇങ്ങനെ ബോഡി കത്തിക്കുന്നതെന്നും അതിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ കത്തിക്കുകയോ ആൾക്കാരിങ്ങനെ ഇങ്ങനെ കമ്പ് കൊണ്ട് കുത്തിയിട്ടൊക്കെ കാണിക്കുന്നതൊക്കെ ഡെഡ് ബോഡി ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഞാനിതൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഒരാൾ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ മരിക്കാനായിട്ട് തന്നെ വരുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസപ്രകാരം ഇവിടെ മരിക്കുന്ന ആൾക്കാർ പുനർജനിക്കുന്നത് മനുഷ്യനായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അഘോരികളെ പോലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ സംഭവം ഞാൻ ടൂറിസ്റ്റ് ആണെന്ന് ചോദിച്ചിട്ട് പുള്ളി വെറുതെ പറഞ്ഞാണോന്നൊന്നും എനിക്കറിയില്ല. അതെന്താണെങ്കിലും ഇപ്പോഴത്തെ നമ്മളെ പ്രശ്നം അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു വഴി ഇല്ലാണ്ടായപ്പോൾ ഞാൻ പോയിട്ട് നമ്മൾ ആദ്യം രുദ്രാക്ഷം വാങ്ങിച്ചില്ലേ ആ കടയിലെ ചേച്ചിയുടെ അടുത്ത് എനിക്കൊന്ന് മെയിൻ എൻട്രൻസ് കാണിച്ചു തരുമോയെന്ന് ചോദിച്ചു. പുള്ളിക്കാരി എൻ്റെ കൂടെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്ന്. അപ്പോൾ ഇതായിരുന്നു ശരിക്കും ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും കയറിയ ഭാഗത്തൊന്നും അധികം ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നമ്മൾ വഴി തെറ്റി ரொம்ப ദൂരം പോയിട്ടാണ് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. ഇവിടെ പുറത്തുള്ള തിരക്ക് കാണുമ്പോൾ അകത്ത് നല്ല ക്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കയറി നോക്കാം. ഇവിടെ വരെ മാത്രമാണ്
വീഡിയോസും ഫോട്ടോസൊക്കെ അലൗഡ് കേട്ടോ. ഇവിടെ കുറേ പേര് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടാവും. സംഭവം ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല, അകത്ത് കയറി കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സംഭവം ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലതായിരുന്നു. ഇപ്പോൾ ചൂട് കാരണമാണ് ഞാൻ ഇതിനുള്ളിൽ കണ്ണടയൊക്കെ വെച്ചേക്കണം കേട്ടോ. പൊട്ടൊക്കെ കൂടിയാകുമ്പോൾ ഭയങ്കര കോമഡി ആയല്ലേ. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് ഇപ്പോൾ പോവാണ്. അപ്പോൾ പോണ വഴിയിൽ എൻ്റെ കൂടെ ഒരു ക്രൂ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. കാരണം അവൾക്ക് ആ ഒരു നമ്മൾ ഈ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോഴേക്കും അവൾ പറഞ്ഞു അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഹോട്ടലിലെത്തുമ്പോഴേക്കും അവൾ ആകെ ഡിസ്റ്റർബ്ഡായിരുന്നു. അവൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവളിത് പറയുന്നത് കേട്ടിട്ട് പിന്നെ എനിക്കും ഭയങ്കര ടെൻഷനായി തുടങ്ങി. ആ ടെൻഷൻ മാറ്റാൻ ഞാനൊരു ഓറഞ്ച് ജ്യൂസും പിന്നെ ഒരു മോമോസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച്. സംഭവം ഇവിടുത്തെ മോമോസൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്ര ബോധേഡ് ആയിരുന്നില്ല. പക്ഷേ രാത്രി കിടക്കുമ്പോഴേക്കും എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റാണ്ട് എനിക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങി. എനിക്ക് നമ്മൾ ഡെഡ് ബോഡി കത്തിക്കണ കണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. പിന്നെ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ ബെഡിലൊക്കെ ആരൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ആകെ ട്രോമയായി. ഇവിടുത്തെ വിൻഡോ കർട്ടൻ വരെ ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് കൊണ്ടാണ് കേട്ടോ. മരം കൊണ്ടുള്ളതാണൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാത്രി കാറ്റടിക്കുമ്പം ഇവിടുത്തെ വിൻഡോ വന്ന് അടിക്കുന്ന പോലത്തെ കേർട്ടനൊക്കെ അനങ്ങുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആകെ ടെൻഷനായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ എൻ്റെ അടുത്ത് പറയണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.